അവരെ വിളിച്ചു നൽകിയതൊന്നായി. കാരണം അത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ആ ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ ജെയ്സിന്റെ വർഷങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങൾ എന്ന് പോലും ചോദിക്കാതെ എത്തിയ ഒരുപാട് നടന്മാർ ഈ സിനിമയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെന്ന് പോയല്ലോ എന്ന് തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഗംഭീരമായ ഒരു സ്ക്രീൻ പ്ലേ ഈ സിനിമയ്ക്കുണ്ടായി. എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമയ്ക്കുണ്ടായി. അമലിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബാങ്കിങ് അവേഴ്സ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരുപക്ഷെ ആ സിനിമ ബാങ്കിങ് അവേഴ്സ് 2014 സുമേഷ് കൂടെ ഉണ്ട്. സുമേഷ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ്. സുമേഷ് അമലും കൂടിയാണ് കെ മധുസാറിന്റെ ബാങ്കിങ് അവേഴ്സ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് അവര്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതെ ഇതിന്റെ ഇടയിൽ അദ്ദേഹം എതിരെ എന്ന് പറയുന്ന എതിരല്ലേ സിനിമയുടെ എതിരെ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതിപ്പോ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലായി. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയാ എനർജി പോവാതെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ എഫേർട്സിനാണ് ഇപ്പൊ ഈ റിസൾട്ട് വരുന്നത്. അപ്പൊ എല്ലാ ആശംസകളും നല്ലതായി വരട്ടെ. അപ്പൊ സ്വീക്കലില് ബിബിന്റെ ക്യാരക്ടർ നമ്മളൊക്കെ അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊക്കെ ഇപ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗുമസ്തൻ 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ റിയാസിന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ മെമ്പറാണ്, അടുത്ത വർഷത്തിൽ MLA ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക ഓരോരുത്തരാണ്. അപ്പൊ ബിബിനൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും അവതരിക്കുക എന്നുള്ളതാണ്. മരിച്ചുപോയ രണ്ടുപേരുണ്ട് അതിനകത്ത്, രണ്ടുപേരും എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ബാക്കി ഇത് പോലീസ് പറയും. നമസ്കാരം. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അറിയണുണ്ടാവും ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ മുഖം ആണ്. ചെറുതുമായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സിനിമ ശ്രദ്ധിക്കപ്പെടണം, അത് പ്രേക്ഷകരിലേക്ക് എത്തണം, അത് വലിയ വിജയമാവണം എന്ന് തന്നെയാണ്. അപ്പോ ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള യാത്രയിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു സിനിമ നീങ്ങുന്നത്. അത് ഗുമസ്തനായതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സൗഹൃദമാണ് ഈ സിനിമയിലേക്കും എത്തിച്ചത്. അമലേട്ടനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അമലേട്ടിലേക്ക് എത്തിച്ചത് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് വഴിയാണ്. പിന്നെ ഇതൊരു കുടുംബം പോലെയാണ് ഈ സിനിമയുടെ സെറ്റ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ കൂടുതലും ഈ CPO അശോകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൂടുതലും ഷാജു ചേട്ടന്റെ കൂടെയും റോണി ചേട്ടന്റെ കൂടെയാണ് പോർഷൻസ് ഉള്ളത്. അപ്പോ ഇവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഇവര് സീനിയേഴ്സ് ആണ്. ഷാജു ചേട്ടനാണെങ്കിലും എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ. റോണി ചേട്ടനാണെങ്കിലും ഞാൻ ആദ്യം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ റോണി ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്തും ക്യാമറ മുന്നിൽ നിൽക്കുന്ന സമയത്തും അവർ സീനിയേഴ്സ് ആണ്, ഞാൻ ജൂനിയർ ആണ്. സിനിമയിലെ കഥാപാത്രത്തിൽ വരുമ്പോഴും ഞാൻ ജൂനിയർ ആയിട്ടുള്ള CPO കഥാപാത്രമാണ്. SI ശിവരാമേട്ടൻ, പിന്നെ റോണി ചേട്ടൻ CI ആണ്. അതെ. അപ്പോ അത് ഒരു തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തും അത് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമാണ് ഗുമസ്തൻ 2 അനൗൺസ് ചെയ്യുന്നു ഈ വേദിയിൽ. ഇത്രയും വലിയ താരങ്ങളും എല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇരിക്കാൻ കഴിയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പൊ അതിൽ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ദീർഘിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ടീമിന്റെ ഭാഗമാക്കിയതിന് എല്ലാവരും ആരെയും പ്രത്യേകം പറയുന്നില്ല. പാട്ടില്ലേ ഇതില് വിപിനത് പാടും. പ്രസ് മീറ്റ് ആണെങ്കിൽ ഒരു 2 വരി ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് നമ്മള്
ഞാൻ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് എല്ലാവരും കൂടി ഉണ്ട്. ഓൺലൈൻ സുഹൃത്തുക്കളോട് എല്ലാവരും കൂടി ഉണ്ടല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഓൺലൈൻ സുഹൃത്തുക്കളോടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരുപാട് സിനിമകളിൽ പ്രൊമോഷൻ നടത്തുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്, പലതും പ്രൊമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്നും മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം, ഓരോ ആളുകളുടെ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ് എല്ലാം. പക്ഷെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നു. അതായത് വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ എഫേർട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഒരാളുടെ വിഷനാണ്. ആ പേപ്പർ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ എടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങും. അത് തുടങ്ങി അത് എഴുതി ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറെ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുന്നത് അവഗണിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് എല്ലാം പുറത്തു നിന്ന് എല്ലാ അവസാനം ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നന്നാവാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല, ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ്. നിങ്ങളാണെങ്കിൽ കണ്ടതാണ്, ഇവിടെ മിക്ക ആളുകൾ കണ്ട സിനിമയാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പുറത്തേക്ക് എത്തിക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തന്നെ ഈ പറയുന്ന രാജ്ബി ഷെട്ടി നമ്മളുടെ പടം എടുത്തു, സമുദ്ര ട്രൂത്ത് എടുത്തു എന്നുള്ളതാവണം. അത് ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു. ഹലോ, ഇതില് ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്, നമ്മളിത് கண்களால் பேசுறதுக்கு நான் இருக்கேன், என கைகளால் பேசுறதுக்கு நான் இருக்கேன், என கைகளால் போறதுக்கு நான் இருக்கேன். இந்த பூமியில் யாரும் அது மாற்ற மாட்டேன். ஓ 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 ஓ. അത് നമ്മുടെ മ്യൂസിക്കും കൂടി വേണമല്ലേ എന്റെ ഫിക്കറിന്. പാടിയത് അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെറുതെ എന്തെങ്കിലും ചോദിക്കേ. നീ മുടി സ്ട്രൈറ്റ് ചെയ്ത ഏത് ചാനലിനാണ് വെട്ടി വെച്ചേക്കണത്? ഇവിടെ ലോക ചാനലിന് ലോകം. അതിന് നീ ചോദിക്കും കോൺഫിഡൻസ് കളഞ്ഞിട്ട് ചോദിക്കാം. ഒറ്റ പേര് പറഞ്ഞു, ജെയ്സന്റെ പേരാണ്. ജെയ്സന്റെ എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ പ്രൊഡ്യൂസറെ കണ്ടത്, ഡയറക്ടറെ കണ്ടത്, ഇങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനായിട്ട് എന്റെ ഇത്രയും ഇമേജ് മാറ്റിയെടുക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ലൂസിഫറിലാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും എനിക്ക് 2018 5 ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രം ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ഏത് നടന്നെയും ഒരു ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അത് എങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായി. അതാണ് സത്യം. ഒരു കാര്യം പറയണതേ, സത്യം
ജെയ്സ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിൽ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്. ജെയ്സിന് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ട് ജെയ്സിന് വേണ്ടി ഇതിന് ചെയ്യണം. ജെയ്സ് എഫേർട്സ് എടുത്തുണ്ടാക്കിയ അമ്മാര് പ്രൊജക്ട്സ് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നു ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം നോക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വേറെ കാര്യം, അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സത്യം പറയാൻ ജെയ്സ് അല്ലായിരുന്നെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണ് ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്ട് നടക്കാവുന്ന സിറ്റുവേഷൻ ഈ പ്രൊജക്ട് പോലും. പക്ഷെ ഇവരവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, ചെയ്യുവാണെങ്കിൽ ഈ ക്യാപിറ്റലൈസ് ചെയ്യും. അതിന് അവർക്കൊരു കൈയടി കിട്ടും. അതുകൊണ്ട് ജെയ്സ് എടുത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നൊക്കെ മറന്നുപോയതാണ്. അതവിടെ കേട്ടിട്ട് പറഞ്ഞ ജയ്സേട്ടാ, ഇപ്പം നമ്മൾ ഇതിനെ വിമർശനത്തെ പറ്റി പറയുമ്പോൾ ഈ ജയ്സേട്ടൻ ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത നടൻ, അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരില്ലാത്തത് കൊണ്ട് ഈ പടത്തിൽ ഇപ്പൊ കയറുന്ന ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാതെ പോയത് അതുകൊണ്ട് ആണോ എന്ന് തോന്നുന്നു. ജനങ്ങൾ വരാൻ അതന്നെ, ജനങ്ങൾ വരാതിരിക്കുന്നത് മൂലം. അല്ല, അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ, ഏത് നടൻ എന്നൊക്കെ നോക്കിയിട്ടാണ്. അത് ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യും, നമ്മളെല്ലാവരും. അപ്പൊ അത് ആരുടെയും കുഴപ്പമല്ല. ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തി തുടങ്ങി. അതാണ് എന്റെ സത്യം. പക്ഷെ അങ്ങനെ പറയുന്നത് ഭയങ്കര നന്ദിയുടെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ പ്രേക്ഷകരോടുള്ള നന്ദിയുടെ കാരണം എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഉള്ള തിയേറ്ററിൽ നന്നായി വരുന്നു. ഇന്ന് ഓറഞ്ച് കത്തി എന്ന് പറഞ്ഞ ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരം അല്ലാഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ പിന്നെ ഇവരെ പോലെ ഇത്രയും ആളുകൾ ഉള്ളതിന്റെ ഒരു പ്ലസിലും ആണ് അത് തുടങ്ങി. പക്ഷെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തപ്പോൾ ഇന്ന് പല തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് നേരത്തിൽ അത് ഇത് പറയുന്നതല്ലാട്ടോ, സന്തോഷം കൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ടിക്കറ്റ് കിട്ടാനില്ല, അടുത്ത ഷോയ്ക്കാണെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് ഇപ്പൊ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി പോയി. കാരണം ഇതൊക്കെ ജനങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ. എല്ലാം നന്ദി മാത്രം. പറഞ്ഞു അത്രേ ഉള്ളൂ. ജയ്സേട്ടൻ ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സാമ്യം തോന്നുന്നു പുറത്ത് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാരായിട്ട് എന്നെ പറഞ്ഞു തോന്നുന്നത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. ജോജിച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു സാധനം. അല്ലല്ല, അതൊക്കെ വലിയ അതൊരു അംഗീകാരമല്ലേ. അത് അത്രേ ഉള്ളൂ. എനിക്ക് എനിക്കതൊക്കെ അംഗീകാരമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഗുമസ്താൻ 2-ലേക്ക് ഓൾറെഡി നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറങ്ങിയതിനു ശേഷം റെസ്പോൺസ് അല്ലെങ്കിൽ രണ്ടാമതാകെ ഉണ്ടാകുന്ന നമ്മളോട് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഉണ്ടാക്കിയ എഫക്ട് അല്ലെങ്കിൽ റിസൾട്ട് അത് കൂടുതൽ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ പേടി. ഇല്ല, പേടിയില്ല. കാരണം എന്റെ കൂടെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം ഇത് വന്നാൽ അത് കിട്ടും. അത്രയും നല്ല സംഭവമാണ്. അതിന്റെ ധൈര്യം തന്നെയുള്ളൂ. എടാ, ആ മുടിയൊക്കെ കട പറഞ്ഞേ എന്നിട്ട് ബാക്കി ഓക്കെ. എന്തോ ഇല്ലടാ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നത്, പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജയ്സേട്ടൻ പറഞ്ഞത്, ഇവന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല. ആദ്യം അതാ പറഞ്ഞടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസിക്ക് വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ
ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ കേട്ട, പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ ഈ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചാൽ നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്. അതെ അതെ ഓക്കെ. ഇല്ല, ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്, 3rd വീക്കായി. അതിനും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക, അതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിന്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം അവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്നതിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി. ഓറഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അത് എന്തുകൊണ്ടാണ്? അത് അത്രയും പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അറിയാലോ. നമ്മൾ ഓൾറെഡി ഉള്ള സിനിമകൾ വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് നമുക്ക് 8 സിനിമയോളം വേറെ ഈ ആഴ്ച ഇറങ്ങുകയും റിലീസ് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അപ്പൊ ഉള്ള സ്പേസ് എല്ലാവരും അതും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ട് അതില്. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും 2 പടങ്ങൾ ഗംഭീരമായിട്ട് ഓടിക്കിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം 8 പടങ്ങളൊപ്പം നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ള ഷോസ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട്. ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്. ഇനി ഈ ആഴ്ച ഇനിയും കൂടും. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. വേറെ ആരുമില്ല? മുടി സ്ട്രൈറ്റ് ചെയ്യാത്ത ആരുമില്ല? ചോദിക്കാൻ ചോദിക്കണം. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് വലിയ താരവാല്യം നല്ല കഥകളൊക്കെയാണ്. സിനിമ മേക്ക് ചെയ്യാൻ മാത്രമല്ല, സെല്ലിങ്ങും ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ ഒരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നു ഇത് തിയേറ്ററിൽ കാണുന്നതല്ലായിരുന്നു. നല്ല റിവ്യൂസ് ആ സമയത്ത് വരുന്ന സമയത്ത് ബിസിനസ്സുകൾ നടക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞ് തട്ടി പിന്നീട് ഒരു ബിസിനസ്സിന് ഓപ്ഷൻ പോലും വരണം. ചേട്ടൻ മുമ്പ് പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കട ഒരുപാട് കാശ് മുടക്കിയാൽ ഒരുപാട് കോടികൾ മുടക്കി ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾ പോലും നല്ല റെസ്പോൺസ് അല്ല, അല്ലെങ്കിൽ ഇച്ചോടെ മേക്കിംഗ് ഉണ്ടാകാനും നല്ല കണ്ടന്റ് ഉണ്ടാകുമായിരുന്നു. ഇത് പലപ്പോഴും നമ്മൾ ചർച്ചകൾ വരാറുണ്ട്. ഇന്ന് ഗുമസ്തം പോലെ അല്ലെങ്കിൽ പഴഞ്ചൻ പ്രണയം പോലെ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദു ഈ പടത്തിൽ നിന്ന പോലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പൊ എല്ലാ കുഞ്ഞു പടങ്ങളൊപ്പം നിൽക്കണമെന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മള് ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗുമസ്തന്റെ ശരിക്കും ആഴ്ച. അപ്പൊ ഇന്ന് മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ലെങ്കിൽ, ഇന്നലെ മുതൽ ഓറഞ്ച് കത്തി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടുകൂടി അതിന്റെ അതങ്ങ് എരിഞ്ഞടങ്ങും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ അടുത്ത ആഴ്ചത്തോട്ട് പോകാനുള്ള ബ്രീത്തിങ് സ്പേസ് ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള നമ്മുടെ തിയേറ്ററിലെ റിപ്പോർട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഫുൾ ഓവറായി പോകുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് വീക്കിലോട്ട് കയറണം. അപ്പൊ പഴഞ്ചൻ പ്രണയത്തിൽ നിന്നുമ്പോൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ കയറി പിന്നെ അങ്ങോട്ട് പിന്നെ അവിടുന്ന് സെന്റേഴ്സ് കുറഞ്ഞു. പിന്നെ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ ഈ ആഴ്ച നമുക്ക് തമിഴ് പടമുണ്ട്, തെലുങ്ക് പടമുണ്ട്, മലയാള പടമുണ്ട്. ഇതിനിടയിൽ നിൽക്കണ്ടേ? അപ്പൊ ഈ പറഞ്ഞ തന്നെ ഈ വൈകുന്നേരമുള്ള ഷോയ്ക്ക് ആള് കാരണം ചില നമുക്ക് പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഷോസ് ആഡ് ചെയ്ത് തുടങ്ങി. ചെറിയ പടങ്ങൾക്ക് എപ്പോഴും അതിന്റെ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ. പിന്നെ തിയേറ്റേഴ്സ് പണ്ടത്തെ പോലെ അവരും കൂടുതൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. നമ്മളത് പറഞ്ഞാൽ മാത്രമല്ല, അവര് സ്വന്തന്മാരെപ്പോഴും ഒരു പടം എത്ര ഞങ്ങളുടെ പഴഞ്ച പ്രണയം ഇവിടുത്തെ എക്സിബിറ്ററിൽ ഒരാള് വിളിച്ചു പറഞ്ഞാണ്, അല്ലെങ്കിൽ കണ്ടപ്പോൾ നല്ല പടമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന നമുക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ടൊക്കെ ഈ പരിമിതിയുണ്ട്. സത്യം തന്നെയാണ്. താരവേദിയാണോ സ്റ്റാർ വേദിയാണോ? രണ്ടും. ഞാൻ പ്രശ്നം എനിക്കിപ്പോ സ്റ്റാർ വേദിയുള്ള ഒരാളായിട്ട് ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല. നല്ല സിനിമകളുടെ ഭാഗം മാത്രം നോക്കുന്നുള്ളൂ. പഴഞ്ചപ്പടം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അമലിന്റെ സിനിമയാണെങ്കിലും ഗുമസ്തൻ വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കൂടുതൽ ഞാൻ അതിന്റെ റിപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്ത് നമുക്ക് പേര് കിട്ടിയിട്ടില്ല. മത്സരിക്കാൻ താരവാല്യൂ വേണ്ടല്ലോടാ. ഞങ്ങള് ദേവര NTR ഒക്കെ ആയിട്ടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത്
അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മോശം അനുഭവം നേരിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട്. എന്താണെന്ന് വിശദീകരിക്കാൻ സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും, കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെളിവ് പറയും, കുറെ ഇത് പറയും, പിന്നെ അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കേണ്ടതെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ അത് വിട്ടുകളയും. അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചതാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്തകളെ മേടിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാൻ, അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി, ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. എല്ലാം തുടക്കം ഉണ്ടാവുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ്. അതെ 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 ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരം അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തിച്ചെന്ന് തോന്നുന്നു. അത് സത്യമായിട്ട് അത് വഷളാക്കണ്ടതാ. അതുകൊണ്ട് പറയണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയാണ്. ഈസി ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ എല്ലാവരും അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ ബിബിൻ തന്നെ തീരുമാനം എടുത്തത് അത് പുറത്ത് വിടണ്ട. കാരണം ഞാൻ എല്ലാ സിനിമകൾക്ക് ഞാൻ കോളേജ് പ്രൊമോഷൻ പോകണം. എത്രയോ കോളേജുകളിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അതിന്റെ സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതിന്റെ കഴിഞ്ഞു. താങ്ക് യു. ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. ഇല്ല ചോദിക്കണം. ആ കുറച്ച് പ്രാവശ്യം എടുത്തോണ്ട് നരേന്ദ്രൻ ഇവിടെ ഈ സൈഡിൽ വരുന്നില്ല. അല്ല, ഈ പടത്തിന്റെ അവസാനം വരുന്ന സമയത്ത് ഇപ്പൊ ഒരു സീക്വൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇപ്പം തിയേറ്ററിൽ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലേക്ക് മാത്രം ചേട്ടൻ കൊണ്ടുവന്ന തന്നെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഉദ്ദേശം തോന്നി എനിക്ക് ഒരു സംശയം. അപ്പൊ സത്യം പറഞ്ഞത് ആദ്യം പറയുന്നതൊന്നും പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജെയ്സ് പറയുന്നത് നന്നായി വന്നിട്ടുണ്ടെന്നൊരു സാധ്യത ഉണ്ടാണ്. അപ്പോൾ ഞാൻ ശരി 2 ഷോട്ടില് ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ. അങ്ങനെ പറഞ്ഞില്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിരിക്കും ഇത് വരുന്നത്? ഇല്ല, ആദ്യം നമ്മൾ ശരി ആദ്യമേ സിക്വൽ ആയിട്ട് നമ്മൾ പടം തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോ ജെയ്സ് ഇതൊന്ന് ഹിന്റ് ചെയ്തു. പക്ഷെ പടം റിലീസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം യെസ് ഓർ നോ എന്നുള്ളത്. പടം കണ്ടപ്പോ എന്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു ഇതുപോലെ സെക്കൻഡ് പാർട്ട് വേണം. കുറച്ച് മീഡിയക്കാർ വന്നപ്പോൾ അവരെന്നെ വന്ന് പറഞ്ഞു. അത് പോയി സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് പടം കാണുന്നവർക്ക് അറിയാം പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലവരും പറഞ്ഞു. ഇതിനു മുമ്പ് എന്റെ പടം കണ്ടവരും പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പൊ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ തിയേറ്ററില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്നപ്പോ കഴിഞ്ഞ ഷോപ്പ് ഇതിലൊക്കെ എല്ലാവരും അത്രയും സന്തോഷത്തിലാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടി തന്നെയാണ് നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്. കുറെ നേരമായിട്ട് ഞാൻ നോക്കി, രണ്ടുപേരുടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഏറിട്ട് എന്നെ നോക്കുന്നു, ചിരിക്കുന്നു, ഞാൻ നോക്കുന്നു. കുറെ നേരം ചോദ്യം എന്നാന്ന് എനിക്ക് കേട്ടാ മതി. ബാക്കി ഡയലോഗ് കുറെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ സിനിമയിൽ കുറച്ച് സിനിമ കണ്ടോ? നിന്റെ കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, മനസ്സിലായോ?
ഓരോ ആഴ്ചയും സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എടാ മോനെ ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി നീ ചോദ്യം കേട്ടോ. കണ്ടിട്ട് നമ്മളോട് പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി. ഓ എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? പറയടാ. ഓ ഒരു എഴുത്തുകാരന്റെ രോഗം ഒരിക്കലും ഇല്ല. അതോ ഏതാ? അതോ അമല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിക്കൊന്നുമില്ല. ഞാൻ എത്തിയിട്ട് ഇതൊരു ഭാഗ്യമാണ്. എന്തോ എല്ലാരും എന്റെ ഇങ്ങോട്ടല്ലേ? ആ അതേതാ ഒറ്റയ്ക്ക് ആർക്കും വഴിവെട്ടാൻ പറ്റില്ല. സൈഡിലാണ് ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയുന്നത്. ഒറ്റയ്ക്ക് വഴിവെട്ടി. അടുത്ത ചോദ്യം മക്കളെ, വേറെ ചോദ്യങ്ങൾ. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു? നിങ്ങള് ക്യാമറയും കൊണ്ട് വന്നവരല്ലേ? കൈ വയ്ക്കേ. ആ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ അല്ലെ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് കേൾക്കരുത്. അതിന് ഒരു മൊത്തം കേൾക്കണം, ഇടയ്ക്ക് കയറിയതായിട്ട്. ഒരു കാര്യത്തിന് വരുമ്പോ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരും. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങള് ആ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ ഒരു നീതി പുലർത്തുക. ഓക്കെ? ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. എല്ലാവർക്കും ആവേശമല്ലോ. ചോദിക്കട്ടെ, പോരട്ടെ. പറഞ്ഞു താങ്ക് യു സോ മച്ച്. അല്ല ശരിക്കും പറയാൻ കഴിവുള്ള ഒത്തിരി പേര് പുറത്തുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ചിലപ്പോൾ സിനിമയിൽ ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റ് എടുക്കുന്ന ഡയറക്ഷൻ സെൻസ് ഒത്തിരി ആൾക്കാരുണ്ടാവും. ഒരു പ്രൊജക്ട് റെഡി ആകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കൊരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ പറ്റി, ഒരു പ്രൊജക്ട് വർക്കൗട്ടായി കിട്ടി. ഒത്തിരി ആൾക്കാർ ഇനിയും വരാനുണ്ട്, അതുപോലെ ആൾക്കാർ വരാനുണ്ട്. എല്ലാവർക്കും ഉദ്ദേശിച്ചു അവർക്കൊരു ഉദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയത് വിശ്വസിക്കുന്നു. ഇനി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരാനുണ്ട്. ഓരോരുത്തർ എണ്ണീക്കാൻ തുടങ്ങി വിശക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് അവന്മാരിഞ്ഞ് അവിടെ പോയിരിക്കും. ക്യാമറ മാത്രം ഇവിടെ കാണും, നമ്മളും കാണും. അതുകൊണ്ട് വേറൊരു കാര്യം, പുതിയ ആൾക്കാരെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. പിന്നെ ഒരു സിനിമ വന്ന് നല്ലൊരു ഒപ്പീനിയനോടുകൂടി ഈ സിനിമ ഓടുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കുള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ച പുതിയ പുതുമുഖങ്ങൾ വരുമ്പോഴാണ്. ആർട്ടിസ്റ്റുമാരാവാം, ടെക്നീഷ്യൻസ് ആവാം, ആരുമാവാം. ഈ സിനിമയിലൂടെ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നു, റീ റെക്കോർഡിങ് ചെയ്ത ആൾ വരുന്നു, പുതിയ റൈറ്റർ വരുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടി ഒരു ഡയറക്ടർ വരുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു പോയിന്റ് എന്നാണ്. ലൈക്ക് ന്യൂ കമേഴ്സ് ആർ കമ്മിങ് ആൻഡ് അതെപ്പോഴും ഇൻഡസ്ട്രിക്ക് വളരെ ഹെൽത്തിയാണ്. സോ ദാറ്റ് ഈസ് ഗുമസ്തനെ കൊണ്ട് ഗുമസ്തൻ വിൽ ബി എ ലോഞ്ച് ഫോർ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ. അതൊരു നല്ല കാര്യമാണ്. അതെ അതെ, KV2-ന്റെ അത് ഏത് മാസമാണെന്ന് അറിയില്ല. കാരണം കൂലിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂലി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ഫിലിം എല്ലാം റെഡിയാണ്. അതിന്റെ റിലീസ് ഡേറ്റ്
ഓക്കെ താങ്ക് യു. ആ, ചോദിക്ക്.